കേരളം ഒന്നാകെ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച ചെയ്യുകയും ഏറെ മാനസിക വിഷമത്തോടുകൂടി ഹൃദയത്തിൽ ഉൾച്ചേർക്കുകയും ചെയ്ത ഒരു പേരാണ് അലീന. ആ പിഞ്ചോമനയുടെ ശാരീരിക അവയവങ്ങൾ മറ്റ് 4 പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് കൂടി ദാനം ചെയ്തിട്ടാണ് ആ പിഞ്ചോമന നമ്മെ വിട്ട് പിരിയുന്നത്. എന്നാൽ ആ പിഞ്ചോമനയുടെ പേരിലും കേരളത്തിൽ വ്യാജ അക്കൗണ്ടുകൾ തുടങ്ങി പണപ്പിരിവ് നടത്താൻ ചിലർ ശ്രമിച്ചു എന്ന് പറയുമ്പോൾ ആലോചിച്ചു നോക്കുക നമ്മുടെ കേരളത്തിന്റെ മാനസിക അവസ്ഥ. ഇത് പറയുന്നത് ആ കുഞ്ഞിന്റെ മുത്തശ്ശനായ റജി സാമുവേലാണ്. റജി സാമുവേൽ പറയുന്ന കാര്യം വളരെ വ്യക്തമാണ്. ഹൃദയം, അതുപോലെ തന്നെ ഹൃദയവാൽവ്, നേത്രപടലം, കരൾ, വൃക്കകൾ, അങ്ങനെ കുട്ടിയുടെ ആന്തരിക അവയവങ്ങൾ മറ്റ് ഉള്ള ആളുകൾക്ക്, സഹജീവികൾക്ക് ദാനം ചെയ്തിട്ടാണ് ഈ പിഞ്ചോമന വിടവാങ്ങുന്നത്. എന്നാൽ ഈ അവയവങ്ങൾ സ്വീകരിച്ച കുട്ടികളുടെ രക്ഷകർത്താക്കൾ സാമ്പത്തികമായി ഞെരുക്കം അനുഭവിക്കുന്നവരാണെന്നും അവർക്ക് ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമായ പണം ഇല്ലെന്നും പ്രചരിപ്പിച്ച് ചില അക്കൗണ്ടുകൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ച് പണം തട്ടാനാണ് ഒരു കൂട്ടർ ശ്രമിച്ചത്. ഇവിടെ മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും വരെ ഈ ഒരു സംഭവത്തിൽ അതീവ സങ്കടം പ്രകടിപ്പിക്കുകയും ഈ ചികിത്സയ്ക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്യുകയും ചെയ്തിരുന്നു എന്ന പകൽ പോലെ സത്യമായ ഒരു വസ്തുത കൂടി ഉണ്ട്. ഈ അവയവ ദാനവും അതുപോലെ തന്നെ അവയവ മാറ്റ ശസ്ത്രക്രിയയും ഇങ്ങനെ മരണാനന്തരം നടക്കുമ്പോൾ അതിനൊക്കെ സർക്കാർ തന്നെയാണ് ഇനിഷ്യേറ്റീവ് എടുക്കുന്നതും സർക്കാർ തന്നെയാണ് എല്ലാ ചെലവും വഹിക്കുന്നതും എന്ന പരമാർത്ഥം മലയാളികൾക്ക് തിരിച്ചറിയുകയും ചെയ്യും. ഇവിടെ ഈ ആളുകൾ ഈ ഒരു അവസരം മുതലെടുത്ത്, നമുക്കറിയാം പോലീസും സാധാരണ ജനങ്ങളും അതുപോലെ കേരളത്തിലെ ആബാലവൃദ്ധം ജനങ്ങളും ഈ അവയവമാറ്റ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട ആംബുലൻസ് യാത്രയ്ക്കൊക്കെ വഴിയൊരുക്കിയതും എല്ലാം വളരെ വേദന ഉള്ളിൽ ഒതുക്കിയാണെങ്കിലും മലയാളികൾ തത്സമയം കണ്ടുകൊണ്ടിരുന്ന വാർത്തയാണ്. ഇതിനിടയിലാണ് ചില പിശാചുക്കൾ തന്നെ വിളിക്കണം, പിശാചുക്കൾ സോഷ്യൽ മീഡിയയിലൂടെ പോസ്റ്റ് ഇടുന്നത് ഈ കുട്ടിയുടെ അവയവം സ്വീകരിച്ച പിഞ്ചോമനകളുടെ ജീവൻ രക്ഷിക്കുന്നതിന്, അവർക്ക് ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമായ പണം കണ്ടെത്തുന്നതിന് ഈ അക്കൗണ്ടിലേക്ക് പൈസ നിക്ഷേപിക്കുക എന്നത്. കേരളം എത്രമാത്രം വികസിച്ചു എന്ന് പറഞ്ഞാലും ഇത്തരം പൈശാചിക പ്രവർത്തനങ്ങൾ കേരളത്തിൽ നിലനിൽക്കുന്നു എന്ന് അറിയുമ്പോൾ ഓരോ മലയാളിയും ഖേദത്തോടെ അല്ലെങ്കിൽ സങ്കടത്തോടെ മുഖം കുനിക്കേണ്ടി വരും ലോക സമൂഹത്തിന് മുന്നിൽ.